ഹായ് ഫ്രണ്ട്സ്, ഡൽഹി ബൈക്ക് ടാക്സി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നവംബർ 21 വ്യാഴാഴ്ചയാണ്. കഴിഞ്ഞ 3 ദിവസം ഞാൻ ഓടിയില്ല. 1-2 റൈഡൊക്കെ എടുത്തതേ ഉള്ളൂ. നല്ല കട്ട പൊല്യൂഷനായിരുന്നു. ഇപ്പോൾ ഒന്ന് വെയിലൊക്കെ വന്ന് മഞ്ഞൊക്കെ മാറിയപ്പം ഇച്ചിരി ആശ്വാസമുണ്ട്. പക്ഷേങ്കിൽ 400-450 ഒക്കെ AQI കാണിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേങ്കിൽ ഇപ്പം ഞാൻ 2 മാസ്കൊക്കെ വെച്ച് ഇറങ്ങിയത്. എനിക്ക് പനി വന്നിട്ട് പോയ ഒരു സമയമായതുകൊണ്ട് കുറച്ച് പ്രോബ്ലമായിരുന്നു എനിക്ക്. ഇപ്പോൾ സമയം 12:30 ഞാൻ ഇച്ചിരി ലേറ്റായിട്ട് ഇറങ്ങി. ഞാനിപ്പം നേപ്സറായിലാണുള്ളത്. നേപ്സറായിൽ നിന്ന് ലോഗിൻ ചെയ്തു. ഫസ്റ്റ് ട്രിപ്പ് എടുത്തു സാക്കേത് മെട്രോയിലേക്ക്. എനിക്ക് മെഹ്റോളിക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ആ റൂട്ടിലേക്കുള്ള ട്രിപ്പ് നോക്കിയെടുത്താൽ ഈ ട്രിപ്പ് സാക്കേത് മെട്രോയിൽ വിട്ടിട്ട് പിന്നെ മെഹ്റോളിൽ പോയിട്ട് അടുത്ത ട്രിപ്പ് എടുക്കാം. ഐ ആം ലുക്കിംഗ് ഫോർ യു കസ്റ്റമർ മെസ്സേജ് വന്നു. ഐ ആം ഓൺ മൈ വേ. ഞാൻ തിരിച്ചയച്ചു. ഈ കല്യാണം അപ്പുറത്തെ കല്യാണം. जी लोकेशन में पहुंच गया. ओके. കബാഡെ, ആക്രിക്കാണ് കബാഡെ പറയുന്നത്. ഇവിടെ കബാഡി വാലെ. നാട്ടിൽ ആക്രി പറയും, ഇവിടെ കബാഡി പറയും. ടു 3 4. ഓക്കെ. भैया आपको 45 कर दें? आपके पास 10 रुपए चेंज होंगे क्या? അങ്ങനെ 35 റുപ്പീസിൻ്റെ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു. 12:54 31 രൂപ ഈ ട്രിപ്പിന് നമുക്ക് കിട്ടിയത്. 35 രൂപ കളക്ട് ചെയ്തു. 4 രൂപ ഊബർ കട്ട് ചെയ്ത് 35 രൂപ കിട്ടി. ഇനി നമുക്ക് നേരെ മെഹ്റോളിക്ക് പോയിട്ട് അവിടുന്ന് ബാക്കി ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാം. മെഹ്റോളി വാർഡ് നമ്പർ 2 വല്ല ഓട്ടം കിട്ടിയാണ് നല്ലതായിരുന്നു. എനിക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. ഈ സ്കോർപ്പിയോയുടെ അലൈവിലുണ്ട്, രസമുണ്ടല്ലേ. ഇത്രയും വെളിയിലോട്ട് നിൽക്കുന്ന അലൈവിലിട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ. ചില വണ്ടികളുണ്ട് ഭയങ്കരമായിട്ട് 3-4 ഇഞ്ചൊക്കെ വെളിയിലോട്ടിരിക്കും. അത് വൃത്തികേടാ. അതേസമയം ഈ അലവിൽ നല്ല രസമാണ്. ഒതുക്കമുണ്ട്, നല്ല വണ്ടി കാണാൻ നല്ല ലുക്കുണ്ടല്ലേ. പഞ്ചാബികളുടെ വണ്ടിയാണ്. പക്ഷേ പഞ്ചാബികൾ സാധാരണ ഇങ്ങനെ ചെറിയ അലവിൽ ഇടുന്നതല്ല. കുത്തബ് മീനാർ പാർക്കിംഗ് ചെയ്ത് കുത്തബ് മീനാറിന് മുമ്പിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇതുവഴി ഇങ്ങനെ വഴിയുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അപ്പോൾ അത് അടച്ച്. വണ്ടി വരുന്നുണ്ടോ അതിൽ? കാരണം അവിടെ പാർക്കിങ്ങിൽ വന്നിട്ട് ആൾക്കാർക്ക് ഇങ്ങോട്ട് ക്രോസ് ചെയ്യണമെങ്കിൽ ഇരുന്ന് വരുന്ന വണ്ടിക്കാരൊന്നും നിർത്തി കൊടുക്കത്തില്ല. സീബ്ര ലൈനിൽ ആൾ നിൽപ്പുണ്ടെങ്കിലും വണ്ടി നിർത്തത്തില്ല. അത് കാരണം തോന്നുന്നു അവർ അടച്ചു വെച്ചത്. വല്ല ആക്സിഡൻറ്റും ഉണ്ടായി കാണും. അങ്ങനെ നമ്മൾ ഇന്നത്തെ 2ാമത്തെ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് എടുത്ത് സാക്കേത് പോയി. സാക്കേതിൽ നിന്ന് മെഹ്റോളിൽ പോയി. മെഹ്റോളിൽ നിന്ന് അടുത്ത ട്രിപ്പ് എടുത്ത് നേരെ ചാണക്യപുരിയിലെത്തി. 11 കിലോമീറ്ററിന് 84 രൂപയാണ് നമ്മുടെ ലാസ്റ്റ് ട്രിപ്പിന് കിട്ടിയത്.
എംബസി ഓഫ് ദ റിപ്പബ്ലിക് ഓഫ് ഉസ്ബെക്കിസ്ഥാൻ. എംബസി ഓഫ് ഐസ്ലാൻഡ് ആണ് ഇത്. എംബസി ഓഫ് ഐസ്ലാൻഡ്. എംബസി ഓഫ് ഗ്രീസ് ആണത്. ഗ്രീസ്. മൈൻഡ് ശരിയല്ലാത്തതുകൊണ്ട് ഇന്ന് ഓടാനൊരു മൂഡില്ല. മൈൻഡ് ശരിയല്ല. മൈൻഡ് ശരിയാണ്, നമുക്ക് ഓടാനൊരു മൂഡുണ്ട്. കണ്ടിന്യൂ ഓടാം. എന്താണെന്നറിയില്ല, ഭയങ്കര സാഡ് ഫീലിങ്. അതുകൊണ്ട് ട്രിപ്പ് എടുക്കാനൊരു മടുപ്പാണ്. ഇത് നമ്മുടെ സ്ഥിരം പ്ലേസാണ് ഇവിടെ. നേരെ വണ്ടി അവിടെ കൊണ്ടിട്ടുണ്ട്. ഈ ആഴ്ച 80 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇന്നിപ്പം വ്യാഴാഴ്ചയായി. 3 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് 1 മണിക്കൂർ കൊണ്ട് 143. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ട്രിപ്പ് എടുത്ത് ലോക്കല്യാൺ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ലാസ്റ്റ് ട്രിപ്പ് എടുത്ത് ജമ്മു കാശ്മീർ ഭവനിലെത്തി. 28 രൂപയുടെ ട്രിപ്പായിരുന്നു ലാസ്റ്റ് ട്രിപ്പ്. ഇപ്പം സമയം 2:30 2 മണിക്കൂർ കൊണ്ട് 12. അതിൽ അരമണിക്കൂർ കൂട്ടുണ്ടല്ലോ. 1.5 മണിക്കൂർ കൊണ്ട് 172 രൂപയ്ക്കാണ് നമ്മൾ ഓടിയത് വരെ. പക്ഷെ ഇന്ന് ട്രിപ്പൊന്നും വരുന്നില്ല, മടുപ്പാ. പതുക്കെ ഒന്ന് മൂവായി നോക്കാം. എംബസി ഓഫ് ദ ഹോളി വത്തിക്കാൻ. വത്തിക്കാൻ എംബസിയാണ്. ഓ, ഇവിടെ ഞാൻ പണ്ടൊരു വേറൊരാളുടെ വിസ മേടിക്കാൻ വന്നിട്ടുണ്ട്. കർണാടക ഭവൻ. അശോക് ഹോട്ടൽ. പൻസീൽ മാർഗ്. ട്രിപ്പ് മടുപ്പ. നെഹ്റു പാർക്കിൽ 2 മിനിറ്റ് നിന്നിട്ട് നോക്കാം. അങ്ങനെ നെഹ്റു പാർക്കിൽ വന്ന് 10 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ നെഹ്റു പാർക്കിൽ നിന്ന് തന്നെ നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി. എയ്ഡൻ മാർക്രത്തിൻ്റെ. ഈ ലൊക്കേഷനൊന്നും ആരുമില്ലല്ലോ. ഇതിനകത്തുനിന്നാണ് ബുക്ക് ചെയ്തത്. പാർക്കിനകത്ത് പോയിരുന്നു ബുക്ക് ചെയ്തിട്ട്. ഞാനങ്ങനെ ഇതിനകത്ത് കയറി ചെല്ലണം. ഗേറ്റ് നമ്പർ 3 മുമ്പിലാണെങ്കിൽ പിക്കപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യും. ഗേറ്റ് നമ്പർ 3. അങ്ങനെ ലാസ്റ്റ് ട്രിപ്പ് 30 രൂപയുടെ ഓട്ടം കഴിഞ്ഞു. അപ്പം തന്നെ നെക്സ്റ്റ് ട്രിപ്പ് അടിച്ചു മഹിപാൽപൂരിന്. മഹിപാൽപൂരിന് പോയാൽ തിരിച്ച് ട്രിപ്പ് കിട്ടുമോ? 3 മണിയായി സമയമുണ്ട്. അടുത്ത ട്രിപ്പ് മഹിപാൽപൂരിന് പോയിട്ട് വരാം. ലാസ്റ്റ് ട്രിപ്പ് നമുക്ക് 40 രൂപയാണ് കിട്ടിയത്. 3 കിലോമീറ്റർ, 3.5 കിലോമീറ്റർ. സെൻറ് തോമസ്
ചർച്ചാണിത്, സെൻറ് തോമസ് ചർച്ച്. മലയാളികളുടെ ചർച്ചാണോന്ന് അറിയില്ല. ഓട്ടോക്കാരൻ പണിയാൻ തന്നെയല്ലേ ഇപ്പോൾ. ऊबर बुक किया आपने? हाँ जी, हाँ जी. അങ്ങനെ ഇപ്പോൾ സമയം 5:10. ഇതുവരെ 10 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. 12:30 മുതൽ 10 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. 415 രൂപയ്ക്കാണ് ഇതുവരെ ഓടിയത് നമ്മൾ. ഇന്ന് റൈഡ് അധികം കണ്ടിന്യൂ വരുന്നില്ല. മിക്ക ആൾക്കാർക്കും വർക്ക് ഫ്രം ഹോം ഒക്കെ ആക്കി, അത് കാരണമെന്ന് തോന്നുന്നു. 5 മണിയായപ്പോഴത്തേന് ഇരുട്ടാൻ തുടങ്ങി. നോർത്ത് ഈസ്റ്റ് അസിസ്റ്റന്റ് ടീം ബിസ്ലേരിയുടെ ഡ്യൂപ്ലിക്കേറ്റ് ബിൽസെരി. അങ്ങനെ നമ്മൾ ഇന്നത്തെ ട്രിപ്പ് ഇവിടം കൊണ്ട് നിർത്തുവാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.